നമസ്കാരം ടീച്ചറെ. ഞാൻ ഗൗതമിയുടെ അമ്മയാണ്. ടീച്ചറെ, ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ അച്ഛന് സുഖമില്ല. അപ്പോൾ മോൾ ഇനി മുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യത്തില്ല. അത് പറയാനുണ്ട്. ക്ലാസ്സിൽ വരില്ല. മോൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ വന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം അച്ഛൻ ഒറ്റയ്ക്കാക്കിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോവാം. അപ്പം അച്ഛന് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ മോളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ടീച്ചർ വന്നിട്ട് ഈ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മോള് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് ടീച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കൊടുക്കുവാണേ ഞാനും കൂടെ വന്ന് തന്നെ ഇവിടെ ഇരുത്തി ചെയ്യിച്ചോളാം. അതിൽ കുഴപ്പമില്ല, ഞാനും കൂടെ വരാം. ഇല്ല, വേറെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ഇനി മുതൽ സ്കൂളിലേക്ക് വരുന്നില്ല, അത്രയേ ഉള്ളൂ. വീട്ടിലിരുന്നുള്ള പഠിക്കാൻ അതാ വിചാരിക്കുന്നതിന്. അപ്പോൾ മോളുടെ ലൈബ്രറി ബുക്ക് വന്നിട്ട് വയ്ക്കണമായിരുന്നു. അപ്പോൾ മോൾ ഒരേ മോൾ വന്നാലേ വയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മാം? ഓ, അതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചാൽ മതിയല്ലേ മാം? ലെറ്റർ ലൈബ്രറീൻ്റെ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ മാം? ഇല്ല, ക്ലാസ് നോട്ട്സ് എല്ലാം കറക്റ്റായിട്ട് വീക്ക്ലി ഞങ്ങൾ വന്ന് എഴുതിയെടുത്തോളാം. അതിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ കാരണം വേറൊരു കാരണം കൊണ്ടല്ല, ഇതാണ് നമ്മളുടെ അച്ഛന് സുഖമില്ലാതെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ ടീച്ചർ എന്താണെന്ന് വെച്ചാൽ അറ്റൻഡൻസ് കുറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമോ? കൊടുക്കണം. എന്തായാലും ഇനി മോളുള്ള സ്കൂളിലോട്ട് വിടുന്നില്ല. അങ്ങനെ തന്നെ വരുന്നെങ്കിൽ എൻ്റെ കൂടെ വരുന്നുള്ളൂ. ഞാനും മോളും കൂടെ വന്നിട്ടേ ചെയ്യുന്നു. ഞാനൊരു റിട്ടേൺ ലെറ്റർ എഴുതി ടീച്ചറിനെ ഏൽപ്പിക്കും. ശരി മാം, ശരി. ഇല്ല, ക്ലാസ്സിൽ കുട്ടികളെ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല മാം. ശരി.